നമസ്കാരം. ഗ്രാമീയ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. മുറ്റച്ചൂർ പാലത്തിലെ വഴിവിളക്കുകൾ വീണ്ടും കണ്ണടച്ചു. ഇതുമൂലം അന്തിക്കാട്, നാട്ടിക പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പ്രധാന പാലത്തിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമായി. ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യദ്രോഹികൾ പാലത്തിൽ തമ്പടിക്കുന്നതായും ആരോപണമുണ്ട്. ഇതുമൂലം രാവിലെയും വൈകിട്ടും നടത്തത്തിനായി പാലത്തിലെത്തുന്നവരാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. നാട്ടിക, അന്തിക്കാട് പഞ്ചായത്തുകൾക്കാണ് പാലത്തിലെ വഴിവിളക്കുകളുടെ സംരക്ഷണ ചുമതല. ഇവർ കൃത്യമായി നടപ്പിലാക്കാത്തതാണ് പാലത്തിലെ വഴിവിളക്കുകൾ അണയാൻ കാരണമായിട്ടുള്ളത്. മുറ്റച്ചൂർ പാലത്തിലെ വഴിവിളക്കുകൾ പൂർണ്ണമായും കത്തിക്കുവാനുള്ള അടിയന്തര നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്ന് പ്രഭാത സവാരിക്കാരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരളോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പ്രസിഡന്റ് കെ.സി. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിജോഷ് ആനന്ദൻ, കെ.ബി. സുരേഷ്, മല്ലിക ദേവൻ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി എന്നിവർ സംസാരിച്ചു. കേരളോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും അധ്യക്ഷന്മാരെ നിശ്ചയിക്കുകയും ചെയ്തു. ബ്ലോക്ക് കേരളോത്സവം ഡിസംബർ 12, 13, 14 തീയതികളിൽ വിവിധ വേദികളിൽ സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചു. കിഴിപ്പുള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയാഹ്ലാദ പ്രകടനം നടത്തി. ചേർപ്പ് ഉപജില്ലാ അറബി കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ാം സ്ഥാനവും UP വിഭാഗത്തിൽ 3ാം സ്ഥാനവും ഓവറോളും നേടുകയും ഉപജില്ല, ജില്ലാ ശാസ്ത്രമേളകളിലും കായിക മേളകളിലും തിളക്കമാർന്ന വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിരുന്നു ആഘോഷം. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. നളന്ദ ഹയർ സെക്കൻഡറി സ്കൂള് ചേർപ്പ് ഉപജില്ലാ കലോത്സവം കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ കായികമേള, ശാസ്ത്രമേള, പ്രവർത്തന പരിചയമേള, ഈ മത്സരങ്ങളിലെല്ലാം ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടി നമ്മുടെ സ്കൂൾ മികച്ച സ്കൂളായി മാറിയിരിക്കുകയാണ്. അതിനായിട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ആഹ്ലാദ പ്രകടനം പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇനിയും നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളിലുള്ള ഇത്തരം കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ PTA-യും എപ്പോഴും വിദ്യാർത്ഥികളോടൊപ്പം നിന്നുകൊണ്ട് പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് അബ്ദുൽ അസീസ് വലിയകത്ത്, പ്രിൻസിപ്പൽ സുഗന്ധി, പ്രധാന അധ്യാപിക സീനത്ത്, സ്കൂൾ വികസന സമിതി ആക്ടിംഗ് ചെയർമാൻ KC ബൈജു എന്നിവർ സംസാരിച്ചു. SMC ചെയർമാൻ മനോജ് പട്ടത്ത്, PTA വൈസ് പ്രസിഡന്റ് KS ചന്ദ്രബാബു, MPTA പ്രസിഡന്റ് സബിത സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം സെന്ററിൽ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. മുറ്റിച്ചൂർ കുറ്റിമാവ് സ്വദേശി കാരണത്ത് വിക്രമന്റെ മകൻ വിപിൻ എന്നയാൾക്കാണ് പരിക്കേറ്റത്. തൃപ്രയാർ ആക്ട്സ് പ്രവർത്തകർ പരിക്കേറ്റയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾ നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ നിഷ JB, PTA പ്രസിഡന്റ് മധുലാൽ, PTA വൈസ് പ്രസിഡന്റ് സുനിത ജയരാജൻ, ഹെഡ്മിസ്ട്രസ് ഗീത, സ്റ്റാഫ് സെക്രട്ടറി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃപ്രയാർ NES-ൽ വെച്ച് +1, +2 കോളേജ് വിദ്യാർത്ഥികൾക്കും 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുമായി ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 7 ശനിയാഴ്ചയാണ് മത്സരം. താൽപ്പര്യമുള്ളവർ ഡിസംബർ 6-ന് മുൻപായി 9745782120 എന്ന നമ്പറിലോ കോളേജ് ഓഫീസിലോ ബന്ധപ്പെടണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് പരിധിക്കുള്ളിലെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും ഹരിതസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും
ഹരിതകർമ്മ സേനാംഗങ്ങൾ, മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട റിസോഴ്സ് പേഴ്സൺമാരും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 250-ലധികം പേർ ഹരിതസഭയിൽ പങ്കെടുത്തു. തുടർന്ന് ഓരോ സ്കൂളിൽ നിന്നും മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട കവിതകളും സ്കിറ്റുകളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പങ്കെടുത്ത എല്ലാ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.